സഹസ്രാബ്ദങ്ങൾക്കുമപ്പുറം ശാസ്ത്രകഥ. എഴുതിയത് ജോയ് ഗുരുവായൂർ. വ്യാഴത്തിൽ നിന്ന് ചന്ദ്രനിലേക്കുള്ള സ്പേസ് കാർ പുറപ്പെടാൻ 3 മിനിറ്റ് വൈകും. ജോനാഥൻ ചെസ്ലോക്ക് അസ്വസ്ഥനായി സ്പേസ് സ്റ്റേഷന്റെ ലോഞ്ചിങ് പ്ലാറ്റ്ഫോമിലെ പാസഞ്ചർ ലോബിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തി. കോട്ടിൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു ചെറിയ പ്ലാസ്റ്റിക് പേടകം എടുത്തു തുറന്ന് ആവശ്യത്തിനുള്ള വിറ്റാമിൻ ഗുളികകൾ ഉണ്ടോ എന്നയാൾ ഉറപ്പുവരുത്തി. ചന്ദ്രനിൽ ഇറങ്ങുമ്പോൾ ഏകദേശം വൈകിട്ട് 7 മണി കഴിഞ്ഞ് 8 മിനിറ്റും 9 സെക്കൻഡും. നീണ്ട യാത്രയുടെ ഫലമായി ആന്തരാവയവങ്ങൾക്ക് സംഭവിച്ച അസ്വസ്ഥത ജോനാഥൻ്റെ മുഖത്ത് നിഴലിച്ചിരുന്നു. സ്പേസ് സ്റ്റേഷനിലെ ഡോക്ടർമാർ എല്ലാ യാത്രക്കാരെയും വാതാനുകൂലിത ചേംബറിലേക്ക് അനുനയിച്ച് ഇഞ്ചക്ഷനുകളും ചില മരുന്നുകളും കൊടുത്ത് നിശ്ചിത സമയം ഉറങ്ങാൻ നിർദ്ദേശം നൽകി. കാലാവസ്ഥാ വ്യതിയാനത്തോട് ശരീരത്തെ സംയോജിപ്പിക്കാനുള്ള പ്രതിവിധികൾ. പുലർച്ചെ 3 മണി കഴിഞ്ഞ് 2 മിനിറ്റ് 1 സെക്കൻഡിന് ഭൂമിയിലെ ഫ്രഞ്ച് ഗയാനക്ക് പുറപ്പെടുന്ന സ്പേസ് ബസ്സിൽ ഇരിക്കുമ്പോൾ ജോനാഥൻ്റെ മനസ്സിൽ ചിന്തകളുടെ വേലിയേറ്റമുണ്ടായി. സ്വീകരിക്കുവാൻ മകൾ എലീന ഫ്രഞ്ച് ഗയാനയിലെ സ്പേസ് സ്റ്റേഷനിൽ ഉണ്ടാകും. 10 വർഷത്തിനു ശേഷമുള്ള കണ്ടുമുട്ടൽ. ദിവസവും കോസ്മോ ചാറ്റ് നടത്താറുണ്ടെങ്കിലും നേരിട്ട് കാണുമ്പോൾ ഉളവാകുന്ന പ്രത്യേകത അളവറ്റതാണല്ലോ. 6 വർഷം മുമ്പുണ്ടായ സ്പേസ് കാർ അപകടത്തിൽ എലീനയുടെ അമ്മ മിഷേൽ വേർപിരിഞ്ഞു പോകുമ്പോൾ അവൾക്ക് വയസ്സ് 10 ആയിരുന്നു. ഡഗ്ലസ് സ്പേസ് റിസർച്ച് സെന്ററിലെ ജൂനിയർ ഗവേഷകയായി ജോലി ചെയ്യുകയായിരുന്നു അപ്പോൾ എലീന. ഇപ്പോൾ അവിടുത്തെ CEO ആണവൾ. ഇപ്രാവശ്യം എന്തായാലും നല്ലൊരാളെ വിവാഹം കഴിക്കുവാൻ അവളെ നിർബന്ധിപ്പിക്കണം. വിവാഹം എന്ന സംഭവം പഴഞ്ചൻ തലമുറയിലെ അനാചാരമായി ലോകം അവഹേളിച്ചു തള്ളുന്നുണ്ടെങ്കിലും തൻ്റെ പാരമ്പര്യം കാത്തുസൂക്ഷിക്കുന്ന ഒരു പേരക്കുട്ടിയെ ലാളിക്കാനുള്ള ഉള്ളിൻ്റെ അടങ്ങാമോഹം പൂവണിയിക്കാൻ ഇതല്ലാതെ വേറെ മാർഗമൊന്നുമില്ലല്ലോ. നിലവിലെ ശരാശരി മനുഷ്യായുസ് 35 വയസ്സായെന്ന് ഈയിടെ കണ്ട ന്യൂസ് സർവേയിൽ താൻ ശ്രദ്ധിച്ചിരുന്നതാണ്. അങ്ങനെയെങ്കിൽ കുഴിയിലേക്ക് കാലുനീട്ടിയിരിക്കുന്നവരുടെ ഗണത്തിൽ 32 വയസ്സായ ജോനാഥൻ എന്ന താനുമുണ്ടാകും. പെട്ടെന്നാണ് സ്പേസ് ബസ്സിനകത്തെ മോണിറ്ററിൽ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന വിവരങ്ങൾ ജോനാഥൻ ശ്രദ്ധിച്ചത്. ചിന്തകൾക്കിടയിൽ എപ്പോഴോ പേടകം ഭൂമിയിലേക്കുള്ള പ്രയാണം തുടങ്ങിയിരിക്കുന്നു. ഭൂമിയിലേക്കുള്ള ശേഷിച്ച ദൂരം, അവിടുത്തെ കാലാവസ്ഥ, താമസിക്കാനുള്ള റിസോർട്ടുകളുടെ വിവരങ്ങൾ, സെൽഫ് ഡ്രൈവിംഗ് എയർ ക്യാപ്സ്യൂളുകൾ വാടകയ്ക്ക് കൊടുക്കുന്ന കമ്പനികളുടെ വിവരങ്ങൾ ഇത്യാദി കാര്യങ്ങളൊക്കെ തെളിഞ്ഞു വന്നുകൊണ്ടിരുന്നത് നിസ്സംഗതയോടെ നോക്കി ജോനാഥൻ ഇരുന്നു. വീണ്ടും എലീനയുടെ മുഖം മനസ്സിൻ കണ്ണാടിയിൽ. വിവാഹം കഴിച്ച് 3 മാസം ഒരു കുട്ടിയെ ഗർഭം ധരിച്ച് പ്രസവിക്കാൻ അവൾക്ക് വല്ലാത്ത വിമുഖത. കിഡ്സ് കെയർ സെൻ്ററുകളിൽ പരിപാലിക്കപ്പെടുന്ന അനേക ലക്ഷം എക്സ്പൈൽഡ് ചിൽഡ്രൻസിൽ നിന്നും പറ്റിയൊരെണ്ണത്തിനെ ദത്തെടുത്ത് മകൻ അല്ലെങ്കിൽ മകൾ എന്നൊരു സ്ഥാനവും കൊടുത്ത് വളർത്തിയാൽ പോരെ എന്ന് 2 ദിവസം മുമ്പ് നടത്തിയ കോസ്മോ ചാറ്റിനിടയിൽ അവൾ തന്നോട് ചോദിച്ചപ്പോൾ താൻ കയർത്തിരുന്നതൊക്കെ അവൾ മറന്നിരിക്കുമോ? ഈ 16 വർഷത്തിനിടയിൽ അച്ഛനമ്മമാരോടൊപ്പം അവൾ ജീവിച്ചത് ഏതാനും വർഷങ്ങൾ മാത്രം. 8ാം വയസ്സിൽ സ്പേസ് എഞ്ചിനീയറിംഗ് പഠനം കഴിഞ്ഞ് എലീന ഒരു ജോലിക്ക് ശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോഴായിരുന്നു അവളെ വിട്ട് വ്യാഴത്തിൽ ജോലി ചെയ്തിരുന്ന തന്നോടൊത്ത് വസിക്കാനായി മിഷേൽ വന്നെത്തിയത്. 3 വർഷത്തിനു ശേഷം മകളെ കാണാനുള്ള അടങ്ങാത്ത ആഗ്രഹവുമായി തിരിച്ചു ഭൂമിയിലേക്ക് പുറപ്പെട്ട മിഷേൽ സഞ്ചരിച്ചിരുന്ന സ്പേസ് കാർ അപകടത്തിൽപ്പെടുകയായിരുന്നു. ഗ്രഹങ്ങളെയും ഉപഗ്രഹങ്ങളെയും വലയം ചെയ്തുകൊണ്ടിരിക്കുന്ന ബഹിരാകാശ ധൂളികളിലെ ഒരു അംശമായി അവളുടെ ചേതനയറ്റ ശരീരം ഇപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ടാകും. ശക്തമായ മനസ്സരിച്ചിലിൽ അയാളുടെ കണ്ണിൽ നിന്നും ഉഗ്രതാപമുള്ള ഒരു തുള്ളി കണ്ണുനീർ നെഞ്ചിലേക്ക് ഇറ്റുവീണു. മിഷേലിനെ അത്രമേൽ സ്നേഹിച്ചിരുന്നു ജോനാഥൻ. തൊണ്ട വരണ്ടപ്പോൾ കീശയിൽ നിന്നൊരു ഹൈഡ്രേറ്റിംഗ് ക്യാപ്സ്യൂൾ എടുത്തു വിഴുങ്ങി. ഫ്രഞ്ച് ഗയാനയിലെ ലോഞ്ചിങ് പാഡിൽ പേടകം ലാൻഡ് ചെയ്തപ്പോൾ ഉണ്ടായ ചെറിയൊരനക്കം ജോനാഥനിൽ സ്ഥലകാലബോധം ജനിപ്പിച്ചു. പാസഞ്ചർ കെയർ യൂണിറ്റിൻ്റെ പരിചരണമൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയ ജോനാഥൻ്റെ മുഖം സൂര്യകിരണങ്ങളേറ്റ മഞ്ഞുകട്ടക പോലെ തിളങ്ങി. ശൈത്യകാലമായിരുന്നതിനാൽ അന്തരീക്ഷ ഊഷ്മാവ് വെറും 92 ഉണ്ടായിരുന്നുള്ളൂ. അവിടേക്കൊഴുകിയെത്തിയ ശീതക്കാറ്റിൽ വാർദ്ധക്യം ബാധിച്ച ശരീരം വിറങ്ങലിക്കുന്നത് പോലെ ജോനാഥന് തോന്നിയെങ്കിലും
രക്തത്തെ തിരയുന്ന ഉദ്വേഗഭരിത നിമിഷങ്ങൾക്കിടയിൽ അതൊന്നും ഗൗനിച്ചില്ല. അതാ ദൂരെ നിന്നൊരു കൊലുന്നനെയുള്ള പെൺകുട്ടി മന്ദസ്മിതം തൂകിക്കൊണ്ട് സമീപത്തേക്ക് വരുന്നു. ഹായ് ഡാഡ്! എലീന ഓടി വന്ന് തൻ്റെ പിതാവിനെ കെട്ടിപ്പുണർന്നു. സന്തോഷ വാത്സല്യാതിരേകത്താൽ ജോനാഥിൻ്റെ കണ്ണ് നിറഞ്ഞു. കുശലപ്രശ്നങ്ങൾക്ക് ശേഷം അവൾ അയാളെ എയർ ക്യാപ്സ്യൂളുകൾ പാർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ചുവപ്പും വെള്ളയും പച്ചയും ഇടകലർന്ന നിറങ്ങൾ പൂശി മനോഹരമാക്കിയ സൗരോർജം കൊണ്ട് പ്രവർത്തിക്കുന്ന തൻ്റെ എയർ ക്യാപ്സ്യൂൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവൾ പറഞ്ഞു, ഡാഡ്, സീ മൈ ക്യാപ്സ്യൂൾ. ഐ ഗോട്ട് ഇറ്റ് ഇൻ ദ ലാസ്റ്റ് വീക്ക് ഓൺലി. 2 പേർക്ക് മാത്രം ഇരിക്കാവുന്ന ഒരു കൊച്ചു ആകാശയാനം. റോഡിലൂടെ ഓടുന്ന വാഹനങ്ങളെല്ലാം തുലോം കുറവായിരിക്കുന്നു. എന്നു മാത്രമല്ല, പെട്രോളിയത്തിൻ്റെ ദൗർലഭ്യം മൂലം പുതിയതായി വാഹനങ്ങൾ ഉൽപ്പാദിപ്പിക്കുവാൻ ഒരു വ്യവസായശാലയും മിനക്കെടുന്നുമില്ല. ഇറ്റ്സ് വെരി നൈസ് മൈ ഡോൾ, ലെറ്റ്സ് ഗോ. വാഹനത്തിലിരുന്ന് സീറ്റ് ബെൽറ്റ് ധരിക്കവേ ജോനാഥൻ പറഞ്ഞു. എലീന നിയന്ത്രിക്കുന്ന ആ കൊച്ചു പേടകം ആകാശത്തിലേക്ക് ഉയർന്നു പൊന്തി. ഏകദേശം 1000 അടിയോളം ഉയരത്തിലൂടെ അവർ എലീനയുടെ വാസസ്ഥലം ലക്ഷ്യമാക്കി നീങ്ങി. താഴെയുള്ള ദൃശ്യങ്ങളിലേറെയും വെള്ളം തന്നെ. ആഗോളതാപനം അധികരിച്ചതിൻ്റെ ഫലമായി ഇപ്പോൾ ഭൂമിയുടെ 90% വെള്ളത്തിനടിയിലായിരിക്കുന്നു. ജനം ധാരാളമായി പുതിയ ഗ്രഹങ്ങൾ തേടിപ്പോയി താമസമുറപ്പിച്ചു തുടങ്ങിയിരിക്കുന്നു. ജോനാഥിൻ്റെ ചിന്തകൾ തൻ്റെ ശൈശവത്തിലേക്ക് ഊളിയിട്ടു. തൻ്റെ മുത്തച്ഛൻ ഗാരി ചെസ്ലോക്ക് തൻ്റെ മടിയിലിരുത്തി പറഞ്ഞു തന്നിരുന്ന കഥകളുടെ ഭണ്ഡാരം തൻ്റെ മകൾക്കായി അയാൾ തുറന്നു. അദ്ദേഹത്തിൻ്റെ മുതുമുത്തച്ഛൻ്റെ കാലത്ത് ആഗോളതാപനം എന്ന പ്രതിഭാസത്തെക്കുറിച്ച് കേട്ടുകേൾവി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പോലും. അന്തരീക്ഷ താപം 40 ഡിഗ്രിയിൽ കൂടുതൽ അനുഭവപ്പെടാറുമില്ല. ശീതകാലത്ത് താപമാനം 3 ഡിഗ്രി വരെയൊക്കെ എത്തും. എന്നിട്ട് കൂടെ അവർ തണുപ്പിനെ ചെറുക്കാൻ ഒരു ഷോൾ അല്ലാതെ മറ്റൊന്നും ധരിച്ചിരുന്നുമില്ലത്രേ. മൈ ഗോഡ്, വാസ് ഇറ്റ്? അത്ഭുതം കൂറി എലീന ഇത് ചോദിച്ചപ്പോൾ ജോനാഥൻ മന്ദഹസിച്ചുകൊണ്ട് തലകുലുക്കി. അവളുടെ ജിജ്ഞാസ അയാളുടെ മനസ്സിനെ പഴക്കമുള്ള തലമുറകളിൽ നിന്നും കേട്ടറിഞ്ഞ വിവരങ്ങളിലേക്ക് പായിച്ചു. അക്കാലത്തൊക്കെ ഒരു മനുഷ്യൻ്റെ ശരാശരി ആയുസ് 70 മുതൽ 75 വയസ്സ് വരെയായിരുന്നു. അത് കേട്ട് അത്ഭുതം കൊണ്ട് എലീനയുടെ കണ്ണുകൾ വികസിച്ചു. ജോനാഥൻ തുടർന്നു. വിദ്യാഭ്യാസ വിപ്ലവത്തിൻ്റെ ദൂഷ്യഫലം എന്ന പോലെ മനുഷ്യ മനസ്സുകൾ പ്രകൃതി നിയമങ്ങൾക്ക് വിരുദ്ധമായ ഉൽപാദന രീതികളിലേക്ക് തിരിഞ്ഞു. നിബിഡമായ വനങ്ങളെല്ലാം വെട്ടിനശിപ്പിച്ചും വെള്ളക്കെട്ടുകൾ നികത്തിയും കോൺക്രീറ്റ് കെട്ടിടങ്ങൾ ഉയർത്തി. തലങ്ങും വിലങ്ങും ശബ്ദമുയർത്തി പാഞ്ഞ മോട്ടോർ വാഹനങ്ങളും ഖനനം ചെയ്ത കൽക്കരിയും പെട്രോളിയവും നാഫ്തയുമൊക്കെ എരിയിച്ച് പ്രവർത്തിക്കുന്ന വ്യവസായശാലകളും അസംഖ്യം ശീതീകരണികളും പുറത്തുവിട്ട കരിയും പുകയും കാഡ്മിയവും കാർബൺ ഡൈ ഓക്സൈഡും ക്ലോറോ ഫ്ലൂറോ കാർബണുമൊക്കെ കാലക്രമേണ അന്തരീക്ഷത്തിന് മാത്രമല്ല മനുഷ്യൻ്റെ ജനിതക ഘടനയിലും അധോഗമനമായ മാറ്റങ്ങൾക്ക് തുടക്കമിട്ടു. രോഗങ്ങളെക്കൊണ്ടും ജനിതക വൈകല്യങ്ങളെക്കൊണ്ടും മനുഷ്യകുലം നരകിക്കാൻ തുടങ്ങി. മനുഷ്യൻ്റെ ആയുസ് കുറഞ്ഞു വരുന്നതോടൊപ്പം അന്തരീക്ഷത്തിലെ താപം ഉയരാനും തുടങ്ങി. ഖനനം അഹോരാത്രം തുടർന്നപ്പോൾ ഭൂമിക്കടിയിലുള്ള പെട്രോളിയം സിംഹഭാഗവും തീർന്നു. അപ്പോൾ മനുഷ്യൻ അണുശക്തിയിലൂടെ ഊർജം ഉൽപ്പാദിപ്പിച്ചു തുടങ്ങി. ആറ്റങ്ങളുടെ വിഘടനവും സംയോജനവും നടക്കുമ്പോൾ വമിക്കുന്ന അതിഭയങ്കരമായ ഊർജത്തിന് തടയണ കെട്ടി തങ്ങൾക്ക് വഴങ്ങിപ്പിക്കാനുള്ള ശ്രമങ്ങൾക്കിടയിൽ അദൃശ്യമായ അണുകിരണങ്ങൾ മനുഷ്യനൊരുക്കിയ ചട്ടക്കൂടുകളിൽ നിന്ന് അല്പാൽപം വിമുക്തമായി കൊണ്ടിരിക്കുന്നത് അവരറിഞ്ഞില്ല. അല്ലെങ്കിൽ അറിഞ്ഞിട്ടും അറിഞ്ഞിട്ടില്ലെന്നു നടിച്ചു. പ്രപഞ്ചത്തെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് ലോകത്തിലെ പലയിടങ്ങളിലും അണുവിസ്ഫോടനങ്ങൾ നടന്നുകൊണ്ടിരുന്നു. അതിൽ നിന്ന് വമിച്ച വികിരണങ്ങൾ ജീവജാലങ്ങളുടെ പ്രത്യുൽപാദന ശേഷിയും ആരോഗ്യവും കാർന്നു തിന്നുന്നതിൻ്റെ ഫലമായി ഭൂമിയിലെ ജീവജാലങ്ങൾക്ക് വംശനാശങ്ങൾ സംഭവിച്ചു തുടങ്ങി. അന്നുള്ളതിൻ്റെ 100-1 ജൈവ വൈവിധ്യങ്ങൾ ഇന്ന് ഭൂമുഖത്തില്ല. മാത്രമല്ല, കോൺക്രീറ്റ് കാടുകൾ വമിച്ചുകൊണ്ടിരിക്കുന്ന ഊഷ്മാവും വ്യവസായശാലകളും വാഹനങ്ങളും പുറത്തുവിടുന്ന അന്തരീക്ഷ മാലിന്യങ്ങളും അണുവികിരണങ്ങളും മറ്റൊരു ദുരന്തത്തിനു കൂടെ വഴിവെക്കുന്നത് ആരും ഗൗനിച്ചില്ല.
ഇവ മൂലമുള്ള വർദ്ധിത അന്തരീക്ഷ താപം ഭൂമിയുടെ ഇരുധ്രുവങ്ങളിലും സഹസ്രാബ്ദങ്ങളായി ഉറഞ്ഞുകിടക്കുന്ന മഞ്ഞിനെ ഉരുക്കിത്തുടങ്ങിയപ്പോൾ ഗ്ലോബൽ വാർമിംഗ് എന്ന ആ പ്രതിഭാസം ഉദയം കൊണ്ടു. ഇന്ന് ഗ്ലോബൽ വാർമിംഗ് ഏകദേശം അതിൻ്റെ പാരമ്യത്തിൽ എത്തിയിരിക്കുന്നു. ജോനാഥൻ പഴങ്കഥകൾ തുടർന്നുകൊണ്ടേയിരുന്നു. ഡാഡ്, വി ആർ അബൌട്ട് ടു ലാൻഡ്, എലീന ജോനാഥനോട് പറഞ്ഞു. അടുപ്പുകല്ലുകൾ കൂട്ടിവെച്ച പോലെ നിരന്നു കിടക്കുന്ന അനേകം കൊച്ചു കൊച്ചു വീടുകളുടെ ഒരു സമുച്ചയത്തെ ലക്ഷ്യമാക്കി പേടകം സാവധാനം താഴേക്ക് കുതിച്ചു. പച്ച നിറം പൂശിയ ഒരു കൊച്ചു വീടിൻ്റെ പരന്ന മേൽക്കൂരയിൽ എലീന പേടകമിറക്കി. ഡാഡ്, ദിസ് ഈസ് മൈ ഡെൻ, ചിരിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. ഇറ്റ്സ് നൈസ് മൈ ഡിയർ എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ അതിൽ നിന്നിറങ്ങി. വീടിൻ്റെ അകത്തോട്ടിറങ്ങിച്ചെല്ലുന്ന പടികളിലൂടെ മകളെ അനുഗമിക്കാൻ തുടങ്ങുമ്പോൾ പടിഞ്ഞാറ് അസ്തമയ സൂര്യൻ സ്വയം മുഖം മറയ്ക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് അയാൾക്ക് കാണാമായിരുന്നു. ഗ്രഹങ്ങൾ തമ്മിലുള്ള സമയാന്തരത്തിൻ്റെ സ്വാധീനം മൂലം രാവിലെ വളരെ വൈകിയാണ് ജോനാഥൻ ഉണർന്നെഴുന്നേറ്റത്. കണ്ണു തിരുമ്മി ജനലിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ ഗൃഹാതുരത്വമുണർത്തുന്ന ഒരു കാഴ്ചയാണ് എതിരേറ്റത്. എലീന താൻ ഓമനിച്ചു വളർത്തുന്ന ഒരു ചുവന്ന റോസാച്ചെടിക്ക് ജലസേചനം നടത്തുന്നു. അവളുടെ അമ്മയ്ക്കും ചുവന്ന റോസാപുഷ്പങ്ങൾ ജീവനായിരുന്നു. ആ ജനിതക ഗണത്തിൻ്റെ തനിയാവർത്തനമിതാ തൻ്റെ മുന്നിൽ ചിറകു വിരിച്ചാടുന്നു. അവൾ റോസാച്ചെടിക്കൊഴിച്ച വെള്ളം തൻ്റെ ഹൃദയത്തിലാണ് കുളിര് കോരിയിട്ടതെന്ന് ജോനാഥന് തോന്നി. ശരീരവേദന വകവയ്ക്കാതെ അയാൾ കട്ടിലിൽ എഴുന്നേറ്റിരുന്നു. മേശപ്പുറത്തുണ്ടായിരുന്ന ചായ ഫ്ലാസ്കിനും കപ്പിനുമരികിൽ വെച്ചിരുന്ന ഒരു കുറിമാനം അയാൾ കണ്ടു. കപ്പിലേക്ക് ചായ പകരും മുമ്പേ ജിജ്ഞാസാപൂർവം അയാൾ അതെടുത്തു വായിച്ചു. ഹായ് ഡാഡ്, ഗുഡ് മോർണിംഗ്, ഹാവ് എ നൈസ് ഡേ വിത്ത് യുവർ ഡോൾ എന്ന് തുടങ്ങുന്ന ഒരു ചെറിയ കത്ത്. ഞാൻ എൻ്റെ പിതാവിൻ്റെ പ്രധാന ആഗമനോദ്ദേശവും അങ്ങയുടെ സ്നേഹസമ്പന്നവും ഗൃഹാതുരവുമായ ആ നല്ല മനസ്സും അറിയുന്നു. പ്രപഞ്ചത്തിന് മനുഷ്യൻ വരുത്തിയ വറുതികളെക്കുറിച്ച് പറയുമ്പോൾ നഷ്ടബോധം തിളയ്ക്കുന്ന അങ്ങയുടെ മുഖത്തിൻ്റെ പ്രതിഫലനങ്ങൾ എൻ്റെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നന്നായി പതിഞ്ഞു. വരും തലമുറയുടെ നല്ല ഭാവിക്ക് നാം സ്വാർത്ഥത വെടിഞ്ഞ് ജീവിക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അച്ഛൻ എന്നോടും മുത്തച്ഛൻ അച്ഛനോടും പറഞ്ഞ കഥകളുടെ തലമുറകളിലൂടെയുള്ള പ്രയാണം നിലയ്ക്കാതിരിക്കുവാൻ ഞാൻ അച്ഛൻ്റെ അനുസരണയുള്ള പാവക്കുട്ടിയാവാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു. ഇനിയെങ്കിലും മാനവകുലം ആത്മഹത്യാപരമായ പ്രകൃതിവിരുദ്ധ പ്രവർത്തനങ്ങളിൽ നിന്നും പിന്തിരിയട്ടെ എന്നാശംസിച്ചുകൊണ്ട് അച്ഛൻ്റെ സ്വന്തം പാവക്കുട്ടി. കത്ത് വായിച്ചപ്പോൾ മനസ്സിൽ രൂപം കൊണ്ട ആഹ്ലാദത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പ്രതിഫലനം ഒരു നെടുവീർപ്പായി പുറത്തേക്ക് വന്നു. മന്ദമാരുതൻ്റെ ലാളനത്തിൽ ജനലഴികളിലൂടെ തന്നെ നോക്കി തലയാട്ടി ചിരിച്ചുകൊണ്ട് നിന്നിരുന്ന ആ ചുവന്ന റോസാപുഷ്പം ജോനാഥൻ്റെ ഹൃദയം കവർന്നു. മിഷേൽ, മൈ ഡാർലിംഗ്, നിന്റെ ചെഞ്ചുണ്ടുകളിലെ തുടുപ്പുകൾ ഞാൻ മനസ്സിലാക്കുന്നു.